ഹലോ, എൻ്റെ പേര് വൈശാഖാണ്. ഞാൻ ഈ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ +1 പഠിച്ചത് ഭാരതീയ വിദ്യാഭവൻസ് കൊടുങ്ങല്ലൂർ. എൻ്റെ വീടെന്ന് പറയുമ്പോൾ നോർത്ത് പറവൂർ വടക്കേക്കര ആ ഭാഗത്തേക്ക് വരും. ഞാൻ നീറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് എന്താ പറയുക, ടഫല്ല, എക്സാം ടഫല്ല. ആ ടഫാകാൻ കാരണം എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് കൂടില്ല. അത് കാരണം എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. അത് 25 lakh സ്റ്റുഡൻസ് ഉണ്ട് എക്സാം വരുന്ന ആൾക്കാർ. ഈ വർഷം 25 lakh ഉണ്ട്. ഇനി വരാൻ പോകുന്ന വർഷം കൂടുകയേ ഉള്ളൂ, കുറയാൻ പോകുന്നില്ല. അത് കാരണം മാത്രമാണ് ടഫാണ്. കട്ട് ഓഫ് കൂടില്ല. എക്സാം ഭയങ്കര സിമ്പിളാണ്. ഈ പ്രാവശ്യത്തെ എക്സാം ഭയങ്കര സിമ്പിളാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈസി ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. 80% ഈസിയാണ്. ബാക്കി 20% ഇച്ചിരി ടഫാണ്. അധികം മീഡിയം ലെവലാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വരാത്ത സ്റ്റുഡൻസും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആൾക്കാർക്കും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും ടഫാക്കി ഇടുന്നത്. അല്ലാണ്ട് വേറെ കാരണമൊന്നുമല്ല. ഒരു പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്റ്റുഡൻറ്റിന് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സാമാണ്. എനിക്ക് ബ്രില്യൻറ്റിൽ ഒരു വർഷം ഡ്യൂറേഷൻ വെച്ച് കുറേ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് പഠിത്തത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ മെൻറ്റേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർമാർ, അവരൊക്കെ ഭയങ്കര സഹായമായിരുന്നു പഠിത്തത്തിലും സപ്പോർട്ടിങ് ആയിട്ട്. ഓരോ സ്റ്റെപ്പിലും ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മാത്രമല്ല ക്ലാസ് മൊത്തം, അത് കുറേ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരു അടിപൊളി മെൻറ്റർ കിട്ടിയിട്ടുണ്ടായി. പിന്നെ പ്രൊഫസറിനെ പറ്റി പറയുമ്പോൾ കുറേ പ്രൊഫസേഴ്സ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബ്രില്യൻറ്റിൽ. അവരൊക്കെ എല്ലാം അടിപൊളിയാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇവർ എത്ര പ്രാവശ്യം ചോദിച്ചാൽ പറയാൻ തയ്യാറാണ്. ഒരു 10-20 പ്രാവശ്യം ചോദിച്ചാലും ആർക്കും മടുക്കില്ല. അങ്ങനത്തെ ഭയങ്കര സപ്പോർട്ടും നമ്മൾ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കാൻ ടൈപ്പ് പ്രൊഫസേഴ്സാണ് ബ്രില്യൻ്റ് ഉള്ളത്. ഞാൻ ഹോസ്റ്റൽ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വാർഡനൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സപ്പോർട്ടും അത്യാവശ്യം നല്ല വാർഡനായിരുന്നു. ഫെസിലിറ്റീസ് കുഴപ്പമുണ്ടായിരുന്നില്ല. അത്രയ്ക്കും വലിയ മോശമായ ഫെസിലിറ്റീസ് ആയിരുന്നു. ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ ഫെസിലിറ്റീസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഫ്രണ്ട്ലിയായ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൈബ്രറിയനായാലും ശരി, ടീച്ചേഴ്സായാലും ശരി, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ടീച്ചേഴ്സും തോന്നുന്നില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ട് തോന്നുള്ളൂ അവരൊക്കെ. അങ്ങനെയൊക്കെ ഭയങ്കര കമ്പനി തരുന്ന സ്റ്റാഫായിരുന്നു. അതൊക്കെ നല്ലൊരു ജേർണി ആയിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഡൗട്ട്സ് എങ്ങനെ അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിരിക്കും. കാരണം പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പുറത്തും നെഗറ്റീവൊന്നും കേൾക്കാൻ പോകണ്ട. അതൊക്കെ കേൾക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വെറുതെ ഡിസ്ട്രാക്റ്റ് ആവുള്ളൂ. അതൊക്കെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സ്വയം കോൺഫിഡൻസ് വയ്ക്കുക, അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പേടിക്കണ്ട. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.